ഇവിടെ നിൽക്കുന്നു. നമ്മളെ പള്ളിയിലെ സ്കിറ്റിന് വേണ്ടിട്ട് രജിതയുടെ വീട്ടിൽ പോയില്ലേ, അവൾ എന്തൊരു മോഡാണ്. അവളുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കുറച്ച് ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ പഠിച്ചു. അവൾ ഡാൻസർ അല്ലേ, പഠിച്ചു ഒരു റോൾ കൊടുക്കാം. ഇവൾ എന്ത് ചെയ്തെന്നറിയാമോ, ഒരാഴ്ച ഡാൻസ് മാത്രം. അവിടെ കുമാരണ്ണം കിടന്ന് ഇരപ്പ് തൂമിപ്പോ ആ വീട്ടിലെ കംപ്ലീറ്റ് ജോലികളും കുമാരനാണ് ചെയ്യണത്. അതല്ല, അതൊക്കെ പോട്ട്. ഇവക്ക് റോള് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ പ്രോഗ്രാം ക്യാൻസൽ ആയപ്പോ പോയി പറയാൻ നിന്നപ്പോഴേ ഇവള് നാഗവല്യ പോലെ ഒരുമാതിരി ഭ്രാന്ത് പോലെ എന്നെ അടിക്കാൻ വന്നു. അതല്ല, ഇനിയിപ്പോ എന്തായാലും ഇല്ല, ഇനി ഒരു റോളും കൊടുക്കണില്ല. ഇപ്പൊ ഇനിയിപ്പോ റോളുണ്ട്. നമ്മള് ക്രിസ്മസിന് യേശുവിന്റെ ജീവചരിത്രം പ്ലാൻ ചെയ്യും. യേശുവാണ് മെയിൻ. അപ്പൊ അത് കളിക്കുമ്പോ എവളെന്നും വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ യേശു, ഞാൻ എന്തിനാ യേശു? ശരിയല്ല, യേശുവിന്റെ ലുക്ക് താടി ലുക്കൊക്കെ എനിക്ക് വരുള്ളൂ. അപ്പൊ യേശു യവന്മാർക്ക് വല്ല കുഷ്ഠരോഗിയാ വേറെ യൂദാസിന്റെ റോളൊക്കെ കൊടുക്കും. സുഹൃത്തുക്കളെ, എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്രാവശ്യം ക്രിസ്മസിനെ ഒരു യേശുവിന്റെ ജീവചരിത്രം ഞാൻ സ്ക്രിപ്റ്റ് എല്ലാം എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കളിക്കാം. അപ്പൊ യേശു ആയിരിക്കും അതിലെ മെയിൻ ക്യാരക്ടർ. യേശു ആയിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പള്ളിയിൽ വരുമ്പോൾ ചർച്ച ചെയ്യാം. ഓക്കെ. പള്ളിയിലെ ഈ പ്രാവശ്യത്തെ കഥ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കഥയാണ്. അപ്പൊ അത് എടുക്കാനായിട്ട് ഞാൻ വേഷമായിരിക്കും. പപ്പ യേശു പിന്നെ യേശു കൊള്ളായിരിക്കും.